ിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ബിഡിൽ നമ്മളാണ് ടോപ്പ് വന്നത്. അതായത് 2.5 crores വെച്ചിട്ട് കോട്ട് ചെയ്ത 4 ടീമുണ്ടായിരുന്നു. പിന്നെ അസറ്റ് വൈസ് കമ്പനിയുടെ എല്ലാ അസറ്റ് വൈസ് ടോപ്പിൽ വരുന്ന ആൾക്കാർക്കായിരുന്നു പ്രിഫറൻസ്. സോ വി ഹാഡ് എ ചോയ്സ് ഓഫ് ഗോയിങ് ഫോർ ട്രിവാൻഡ്രം. പക്ഷേ ട്രിവാൻഡ്രത്താണ് ബേസിക്കലി ഇപ്പോൾ എല്ലാ മാച്ചസും നടക്കാൻ പോകും. പക്ഷേ വി ആർ ടു മച്ച് കണക്റ്റഡ് ടു കൊച്ചി. ഞാൻ ഇവിടെ എറണാകുളം ലോക്കലിലാണ് പഠിച്ചത്. ഇവിടെയാണ് ഹൈക്കോർട്ടിലാണ് ഫസ്റ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഡൽഹി പോയതും പിന്നെ UK പോയതുമെല്ലാം. അപ്പം വെരി വെൽ കണക്റ്റഡ് ടു കൊച്ചി. എൻ്റെ കോളേജ് ഫ്രണ്ട്സും എല്ലാവരും കൊച്ചിയാണ്. പിന്നെ ഞാൻ മാരി ചെയ്തിരിക്കുന്ന ഫോർട്ട് കൊച്ചി എന്നാണ്. സോ ഇറ്റ്സ് വി ആർ കണക്റ്റഡ് ടു മച്ച് ടു കൊച്ചി. സോ എനിക്കൊരു സെക്കൻഡ് തോട്ട് എന്ന് പറയുന്ന സാധനമില്ല. ട്രിവാൻഡ്രം വന്നപ്പോഴും വേണ്ട, ഐ സ്റ്റിക്ക് ടു കൊച്ചി എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ നിന്ന് അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ KCA പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് ഇവിടെ ഈ ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഹോം മാച്ച് നടത്താൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രൗണ്ട്സിൽ അവർ ലൈറ്റ്സിൻ്റെ എല്ലാം ഫെസിലിറ്റി ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ തൊട്ട് ഹോം അവേ, പിന്നെ ഗ്രാജുവലി സ്റ്റേഡിയവും കാര്യങ്ങളും എല്ലാം വരും. കാരണം ഇത് ഒബ്വിയസ്ലി ഒരു ലോങ് ടേം തിങ് ആണ്. സോ ദാറ്റ് ഈസ് വൈ വി വെന്റ് ഫോർ കൊച്ചി. നമ്മുടെ ഇൻ്റർനാഷണൽ ഡയറക്ടേഴ്സ് ഒരു സ്കോട്ടിഷാണ്. ഹീ സെഡ് ടൈഗർ. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് സ്പോർട്സ് ഒക്കെ വരുമ്പോൾ ഒരു ടൈഗർ അറ്റാക്കിങ് അല്ലെങ്കിൽ ആ സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ആ ഒരു ഇതാണ് ടൈഗർ. അപ്പോൾ ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടൈഗറിന് മാത്രം വെച്ച ഒരു ഇത് കിട്ടുന്നില്ല. ഒരു ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചി ഈസ് എ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. അപ്പോൾ കടലിൻ്റെ ഒരു ബ്ലൂ കളർ. അതെ, പിന്നെ ഒരു ഈ ബ്ലൂ സ്റ്റാൻഡ്സ് ഫോർ ട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണലിസം. അങ്ങനെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലേക്ക് എത്തിയത്. പിന്നെ BT എന്ന് പറയുമ്പോൾ ബേസിൽ തമ്പി BT ആണ്. അത് ആക്സിഡൻ്റലി വന്നതാണ്, എങ്കിലും KBT എന്നാണ് ഇപ്പോൾ ബേസിക്കലി. അതെ അതെ, അത് നമുക്ക് കുറേ ടാഗ് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് എനിക്കും കുറച്ച് അത് കൊച്ചിയുടെ ഒരു സ്ലാങ്ങിൽ തന്നെയാണ് അത് അപ്പോൾ. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ ബേസിൽ തമ്പിയെ പോലെയുള്ള പ്ലെയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യയിൽ സെലക്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. നേരത്തെ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന പ്ലെയേഴ്സാണ്. അതിനുശേഷം IPL-ലും കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് IPL-ലോട്ട് അടുത്ത ഓപ്ഷനിൽ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എക്സ്പോഷർ കുറവായുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റാർ സ്പോർട്സിലും എല്ലാം ഇത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ എല്ലാ പ്ലെയേഴ്സിനും നല്ല എക്സ്പോഷർ കിട്ടും. പ്ലസ് ഒരു എന്താ പറയുന്ന ഒരു ടീം സ്പിരിറ്റ്. ഇത് ഗ്രാജുവലി നമുക്ക് IPL-ൽ എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പല ടീംസുമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. നമ്മളതിൻ്റെ ഒന്ന് ഷെയർ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് IPL-ലേക്ക് പോകുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം അതാണ് ഒരു ലോങ് ടേം വിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. UK-യിൽ റിക്രിയേഷണൽ ക്രിക്കറ്റ് എല്ലാ ലീഗ് മാച്ചസ് എല്ലാ സാറ്റർഡേയ്സും അവിടെ സമ്മറിൽ കളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഗ്രാജുവലി MS ധോണി ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നു. അദ്ദേഹമായിട്ട് കുറേ പ്രാവശ്യം ഇൻട്രാക്ട് ചെയ്തു. ഷൂട്ടിൻ്റെ സമയത്തും ഇൻ്റർവ്യൂസും ഒക്കെ ചെയ്ത്. അപ്പം നമുക്ക് ഇതൊരു മൈൻഡ് ഗെയിമാണ് ബേസിക്കലി ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ. ആ ഒരു ആംഗിളിൽ ഞാൻ കുറേ പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നമുക്കും ഒരു കളിക്കുമ്പോൾ ഒരു നമ്മൾ ചെറുതായിട്ട് കളിക്കുന്നെങ്കിൽ പോലും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല, അറിയണം എന്താണെന്നുള്ള. അങ്ങനെ ചോദിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ KCA ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഓൾ കെയിം ലൈക്ക് സഡൻലി ആൻഡ് ആക്സിഡൻ്റലി. ബട്ട് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ തന്നെ യെസ് ദിസ് ഇസ് സംതിങ് ഐ വാസ് ലുക്കിംഗ് ഫോർ എന്നുള്ള രീതിയിൽ വന്നു. ഇമ്മീഡിയറ്റ്ലി കൊടുത്തു, നമുക്ക് കിട്ടി. ആൻഡ് റിയലി എക്സൈറ്റ്, റിയലി ഗുഡ്. കാരണം നമ്മൾ ക്രിക്കറ്റിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അവരുമായിട്ടെല്ലാം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ഓൾസോ ഓട്ടോമാറ്റിക്കലി ഹെൽപ്പിംഗ് ബിസിനസ്. സോ വൈ നോട്ട്? സോ ജസ്റ്റ് ക്യാരി ഓൺ ആൻഡ് ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ മാക്സിമം പോസിബിൾ. UK-യിൽ ഓൾറെഡി ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഒരു ഇൻഡോർ ക്രിക്കറ്റും കാര്യങ്ങളും അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്ലേസസ് ബേസിൽ തമ്പിയൊക്കെ വന്നിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് ഇതുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഒത്തിരി പ്ലേയേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെ അവിടെ സമ്മറിൽ UK-യിൽ വന്ന് പല കൗണ്ടിക്ക് വേണ്ടിയൊക്കെ കളിക്കുന്നവരാണ്. അപ്പോൾ കൂടുതൽ പ്ലേയേഴ്സിന് അങ്ങോട്ട് വരാനും അവിടെ ഈ കൗണ്ടിയിൽ കളിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് ഇവിടെ ആ അക്കാഡമിയുടെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇവിടെയും നമ്മൾ സ്കൂൾസുമായിട്ടും അതുപോലെ ക്രിക്കറ്റിംഗ് ഒത്തിരി ക്ലബ്സുമായിട്ടൊക്കെ നമ്മൾ ചേർന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ വർഷം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. AR റഹ്മാൻ്റെ തീം മ്യൂസിക്കിൽ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഒരു ആന്തം വരുന്നുണ്ട്. അതിൻ്റെ ലോഞ്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രിസ്കിൽസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സിൻ്റെ ഒരു അവൈലബിലിറ്റി കാരണം മാച്ചിന് മുമ്പ് വരാൻ പറ്റില്ല.
ബട്ട് ഡെഫിനറ്റ്ലി യു വിൽ ബി കമ്മിങ്. പിന്നെ ഓൾറെഡി നമ്മുടെ വേറെ ഒന്ന് രണ്ട് സർപ്രൈസിങ് സാധനങ്ങളുണ്ട്. അത് ഓൾറെഡി കോൺട്രാക്ട്സ് ആയി. അതെ, അപ്പോൾ അത് എവറി 3 months there will be something happening in Kochi. And നമ്മൾ എന്താണ് വി ഇൻവൈറ്റ് എവറിബഡി. there will be selective memberships for exclusive events, dinner with celebrities, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. hope you will all support because this is കാരണം it is a team അല്ലേ, there is nothing individual ഒന്നുമില്ല, it's a team. So if you all work, we can make big things happen. We'll try at least. Yeah. Okay, thank you sir. Thank you very much. Pleasure. Thank you.